ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാണാം കേട്ടോ. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ സമയം ഏകദേശം ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലത്തെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇനി ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്. അങ്ങനെ ഇതാ രാവിലത്തെ ചായടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീൻ പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു അച്ചാർ എൻ്റെ ഒരു കൂട്ടുകാരത്തി കൊടുത്തയച്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ്. ഞാൻ അവളോട് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അന്ന് ഉച്ചത്തേക്ക് മീൻ മുളകിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്കൊക്കെ മീൻ മുളകിടുന്നത് എങ്ങനെയെന്ന് അറിയിക്കാരം. അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു യൂസ് ആകട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പി പറയാം. എണ്ണയിലോട്ട് കുറച്ച് കടുക്, അതുപോലെ ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അരമുറി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതിലോട്ടുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എത്ര കറി വേണ്ടിച്ചതിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ അളവും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടും തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ മുന്നേ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ വത്തൽ മീനുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ വത്തൽ എന്നാണ് പറയുക. ചിലർ വേറെ പേരുകളൊക്കെ പറയും ഇതിന് തോന്നുന്നു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിള വരട്ടെ കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് സെപ്പറേറ്റ് താളിപ്പൊന്നും ഇല്ല കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ എത്ര മാത്രം അത്രയേ ഉള്ളൂ. ഈ ഒരു മുളകയുടെ റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിലൊഴിച്ച് കഴിക്കാൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണത് കേട്ടോ. അപ്പോൾ ഇതാ അന്നൊരു മഴ ദിവസം തന്നെ തോന്നുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയ മഴയാണ്. അപ്പോൾ ഇതാ മഴയൊക്കെ ഇങ്ങനെ നിൽക്കാതെ വരുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കടി മസ്റ്റാണ് നമ്മൾ ചായക്ക് അല്ലേ. അപ്പോൾ ഞാനിന്ന് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാനിന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആണല്ലോ. മൈദ അത്ര നല്ലൊരു ഇതല്ല നമ്മളെ ഹെൽത്തിന്. അപ്പോൾ ഞാൻ പഴംപൊരിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കാത്തത്, ഇതിൻ്റെ മുന്നേ ഒരു പഴംപൊരിയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരിയുടെ റെസിപ്പിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പഴംപൊരിയും ചായക്കോടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇതാ ചായയൊക്കെ കുടിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ ഫീഡ്ബാക്കായിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ വിജയം കേട്ടോ. അപ്പോൾ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ. Thank you for watching.